ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തരിയുണ്ടാന്ന്. നല്ല അടിപൊളി ഒരു തരിയുണ്ട ഉണ്ടാക്കാൻ പോകാമെന്ന്. ഞാനിതാ 1.5 മുറി തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്. നല്ല ചെറുതാക്കി അരിഞ്ഞ് ചെറിയ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് വലുതാക്കിയാൽ ചെറിയെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് കളഞ്ഞാൽ മതി. എന്നാൽ വലിങ്ങനെ കടിക്കൂല. ഞാൻ 500 ഗ്രാം റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ലേശം ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി അതിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ആ റവ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി വറുത്തെടുക്കണം. ഒരു ഇളഞ്ചുവപ്പ് വരുന്നവരെ വറുക്കുക. നല്ല കടിഞ്ഞ് ഗോൾഡൻ കളറായി പോകരുത്, അധികം കരിഞ്ഞും പോകരുത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നാക്കി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി നന്നാക്കി ഒന്ന് വറുത്തെടുക്കുക. ആ കരിഞ്ചീരകം കൂടി ഒന്ന് ചൂടാകണം, നല്ലോണം ചൂട് കെട്ടി വേണം. അതിനാണ് നന്നാക്കി വറുത്തെടുക്കുന്നതിന് നമ്മളിതാ ചിരകി വെച്ച് തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നാക്കി വറുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. നല്ലോണം വറുത്തതിന് ശേഷം ഇത് എല്ലാവരും 4 മണിക്കൊക്കെ പലഹാരം നല്ലതാണ്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളി ഒരു പലഹാരമാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നല്ലോണം ചോന്ന് വരുന്നുണ്ട്. കൂടുതലായിട്ട് ചോക്കണ്ട, നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. ഇനി ഞാൻ ഗ്യാസുമേൽ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിൻ്റെക്ക് ഞാൻ ഒരു നല്ലോണം ലേശം വലിപ്പമുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ നെയ്യെന്ന് വെച്ചാൽ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒഴിക്കുക. ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, കൂടുതലാകുന്നില്ല. കൂടുതൽ അതിൻ്റെ രുചി ഇവിടെ അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അതുമല്ല നെയ്യ് അധികം ഉപയോഗിക്കാത്തത് കൊണ്ടും കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നാക്കി ഒന്ന് ചോപ്പിച്ചെടുക്കണം. നെയ്യ് ഇടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈമേൽ ഒട്ടിപ്പിടിക്കൂല, ഒന്നും ചെയ്യൂല. പക്ഷേ നെയ്യ് ഞാൻ കുറച്ചതാണ്, നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. തേങ്ങയും നെയ്യും കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കിട്ടും. ഇനി നമ്മൾ നെയ്യ് ഉള്ളി ചോന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ആ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. 500 ഗ്രാം റവയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ലേശം നെയ്യൊക്കെ എടുത്ത് നെയ്യ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. നന്നാക്കി അതിലൊന്ന് വറുത്തെടുക്കുക. അധികം ഗോൾഡൻ കളറായി പോകരുത്, ഒരു പാകത്തിനുള്ള വറവായിരിക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പശുവും ഞാൻ കാച്ചി വെച്ച പാലാണ്. അത് ഒരു പറ്റലിന് വേണ്ടിക്കൊണ്ടാണ്, എന്നെങ്കിൽ നമുക്കിത് ഉരുട്ടാൻ കഴിയും, മറ്റുരുണ്ട് കിട്ടുകയില്ല. അതിനാണ് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നത്. പാലില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും എടുക്കാതും കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടും. ഞാൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാൽ നല്ലോണം കാച്ചി തണുപ്പിക്കണം. പച്ചപ്പാൽ ഒഴിച്ച് കൊടുക്കരുത്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടുന്നതിനനുസരിച്ച് ഓരോരോ മുന്തിരി വെച്ച് കൊടുക്കണം. ഉണക്ക മുന്തിരി ഓരോന്ന് വെച്ച് കൊടുക്കണം. അതൊരു ഷോക്കാണ്. മുന്തിരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൽ എന്തുണ്ടെങ്കിലും അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടാം. അണ്ടിപ്പരിപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നുറുക്കിയെടുത്തതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. മുന്തിരി ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഓരോന്നോരോന്നാക്കി ഉരുട്ടിയെടുക്കുക.
ചൂട് തണിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടാണ്, പിടുത്തം കിട്ടൂല, ഉറപ്പായിരിക്കും. അതുകൊണ്ടാണ് ചൂടോടെ തന്നെ ഉരുട്ടണമെന്ന് പറയുന്നത്. നല്ല ചൂടോടെ ഉരുട്ടിയെടുക്കുക. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ അതുപോലെ ഉരുട്ടി വെച്ച് നല്ല